എസ്കെൻ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വിമർശനം, സ്വയം വിമർശനം, നവീകരണം, സ്വയം നവീകരണം എന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ഓരോ പ്രവർത്തകനെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ചൊക്കെ ഇതാണ് അതിൻ്റെ കാതലായ ചില കാര്യങ്ങൾ. പക്ഷേ ഈ വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ ഉള്ളത് കൂടിപ്പോയാൽ ഇന്നത്തെ കാലത്ത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ ബ്രാഞ്ചിൽ മാത്രം, കമ്മിറ്റി എന്ന് പറയാൻ പറ്റില്ല, പാർട്ടി അംഗങ്ങൾ ചേർന്ന ബ്രാഞ്ചിൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അതിൻ്റെ ഉപരിഘടകങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും പുകഴ്ത്തലും പ്രശംസയും, നേതാക്കളെ എങ്ങനെ സ്വാധീനിച്ച്, നേതാക്കളെ എത്രമാത്രം പ്രശംസിച്ച് അവരുടെ കണ്ണിലുണ്ണിയായി മാറാം, അതുവഴി പാർട്ടിയിലും ഭരണത്തിലുമൊക്കെ എങ്ങനെ തങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും എന്ന നിലയിലുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത് എന്നതിൻ്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ അസിത പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു വിമർശനവും ഉണ്ടായില്ല. ഇത്രയും വലിയ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ട് ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു വിമർശനം ശരിയല്ല. അല്ല, ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷമായി സംസാരിച്ചു. നമ്മുടെ ചാനൽ ഉൾപ്പെടെ വാർത്ത കൊടുത്ത സംഭവം നിഷേധിച്ച് പലരും പറഞ്ഞു. ഞാൻ ആളിനെ പറയുന്നില്ല. അദ്ദേഹത്തോട് സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ കൊടുത്തതിനേക്കാളും 3 ഇരട്ടി ശക്തിയിൽ ഞാൻ പറഞ്ഞു. അതെ, അല്ല ഞാൻ പറഞ്ഞത് അസിത പറഞ്ഞത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരിക്കലും CPM അത് മാത്രമല്ല, അല്ല ഒരിക്കലും സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായി, അത് വാർത്തകളായി വന്നു. SKN തന്നെ പറഞ്ഞതുപോലെ അപ്പോൾ സംസ്ഥാന നേതൃത്വം എന്താണ് ചെയ്തത്? അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഒരിക്കലും അംഗീകരിക്കില്ല. CPM നേതൃത്വം ഒരിക്കലും അംഗീകരിക്കില്ല. അവർ വാർത്താക്കുറിപ്പിൽ ഇത്തരം ചർച്ചകളുള്ളടക്കം. അതെ, അത് ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് ഒരു നേതാവ്, ദിലീപേ, എന്നോട് സംസാരിച്ച ആൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ, പണ്ടൊക്കെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ പറയാൻ മടിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അവരൊക്കെ ഇന്ന് പുറത്ത് പറയുകയാണ്. അതിലും നല്ലത് എന്തായിരുന്നു അറിയാം? സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച നടന്നു, വിമർശനങ്ങളുണ്ടായി, കമ്മിറ്റി മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിടത്തായിരുന്നു. അതെ, അതാണ് ബുദ്ധിപരമായ സത്യസന്ധത. അതാണ് SKN. അതായത് ഈ ബ്രാഞ്ചിലുള്ള സാധാരണക്കാരായ പാർട്ടി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ബ്രാഞ്ചിൽ ഇല്ലാത്ത പാർട്ടി അനുഭാവികൾ, അവരുടെ കുടുംബങ്ങൾ, ആ പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ അല്ലാതെ മുകളിലേക്ക് നേതൃതലത്തിലേക്കൊക്കെ ഉയർത്തപ്പെടുന്നവർ ഈ നിലയിലുള്ള പ്രശംസകളും പുകഴ്ത്തലുകളും പ്രകീർത്തനങ്ങളും കൊണ്ട് നേതാക്കളെ എങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കാം എന്ന നിലയിലും ഭരണത്തിൻ്റെ ഈ ശീതള ഛായയിലും അഭിരമിച്ച് നടന്നവരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെല്ലാം ഉണ്ടായാലും എന്താണ് SKN, നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനെ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അഥവാ അവസാനം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെ ഘടകങ്ങൾ വരെ ചർച്ച ചെയ്യുകയാണ് ഈ പരാജയത്തെക്കുറിച്ച്. ഇപ്പോൾ ഈ സമയത്തും ആ സമയത്ത് ഇനിയിപ്പോൾ അഥവാ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഒരു പ്രധാന പങ്ക് ശ്രീ പിണറായി വിജയനുണ്ട് എന്ന് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളിലൊന്നും, ഇതൊക്കെ വെറും ചടങ്ങുകൾ മാത്രം എന്ന നിലയിലേക്ക് ഈ വിമർശനങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയും എന്ന് നേതൃത്വത്തിന് അറിയുകയും അവർ ആ പാർട്ടിയെ സംബന്ധിച്ച് അതിനെ ഒരു സ്വയം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം അതെല്ലാം ഇപ്പോഴും അത് ഈ നിലയിൽ, നേരത്തെയൊക്കെ CPIMൽ ശക്തമായ 2 ചേരികളുണ്ടായിരുന്നു. ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 2 ചേരികളെങ്കിലും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പോക്ക് ശരിയായ വിധത്തിലല്ല എന്ന് തോന്നിയാൽ അതിനെ ചിലപ്പോൾ പാർട്ടിക്കകത്ത് അത് കഴിഞ്ഞില്ലെങ്കിൽ പുറത്തും പരസ്യമായി പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ ആ തെറ്റായ നടപടിയെ തിരുത്താൻ ശ്രമിക്കുന്ന നേതാക്കളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു നടപടിയും CPIMനെ സംബന്ധിച്ച് അത്തരം ചർച്ചകളൊന്നും ഉണ്ടാകുന്നില്ല, അത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ വിമർശനങ്ങളില്ലാതെ ഒരു വലിയൊരു ഇരുമ്പ് ചട്ടക്കൂടിനകത്ത് ആ പാർട്ടി ഒതുങ്ങുന്നുവെങ്കിൽ അത് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചല്ല, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചല്ല എന്ന കാര്യം വളരെ പകൽ പോലെ വ്യക്തമാണ്. ഈ ജനഹിതം, അത് നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു, അസിത പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ ശരിയാണ്. അത് സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയൊക്കെയാണ് സുരക്ഷയുടെ കാര്യത്തിൽ തീരുമാനിക്കുന്നത്. പക്ഷേ അത് സാങ്കേതികം മാത്രമാണ്. മുഖ്യമന്ത്രി പറയുകയാണ്, എനിക്ക് ജനങ്ങളിൽ നിന്നൊന്നും മറക്കേണ്ടതില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഈ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ കമ്മിറ്റി പെട്ടെന്നൊരു ദിവസം ഈ 10 വർഷക്കാലത്ത് വന്നതല്ല. പക്ഷേ ഒരു സാഹചര്യവും വ്യത്യസ്തമല്ല. അല്ലല്ല, മാവോയിസ്റ്റ് ഭീഷണി എന്നൊക്കെയാണ്. ധർമ്മടത്ത് മാവോയിസ്റ്റ് ഭീഷണി ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു പോലീസ് ജീപ്പ് കാവലിട്ടിരിക്കുന്നതാണ്. ഏത് മാവോയിസ്റ്റുകളില്ല. ഈ ധർമ്മടത്ത് അവിടെ വന്ന് CPMന്റെ കോട്ടയിൽ വന്ന് മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തുന്നതൊക്കെ. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ചില നേതാക്കൾക്കുണ്ടാകുന്ന ഇത്തരം ഈ സുഖശീതളമിയിൽ അത് നമ്മൾ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഒരുപക്ഷെ പല മുഖ്യമന്ത്രിമാരും ആ നിലയിൽ അകമ്പടി കാറുകൾ വേണം,
വലിയ സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതിനിപ്പോൾ ഈ സുരക്ഷാ സംവിധാനം എന്നുള്ളത് സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹത്തിന് Z+ കാറ്റഗറിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേരളത്തെ സംബന്ധിച്ച് ഇത്തരം തീവ്രവാദികളുടെ ഒരു സ്വാധീനവും ഇല്ലാത്ത പ്രദേശമാണ് എന്നാണല്ലോ അവകാശപ്പെടുക. ആര്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മുഖ്യമന്ത്രി തന്നെ നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പറയുന്നത് എന്താണ്? ഇത്തരം ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരു തീവ്രവാദ ശക്തികളുടെയും സാന്നിധ്യം കേരളത്തിലില്ല എന്ന് അവകാശപ്പെടുന്ന ആ പാർട്ടിയും ആ മുഖ്യമന്ത്രിയുമാണ്. അല്ലെങ്കിൽ അത് ആ മുഖ്യമന്ത്രി എന്ന് പറയണ്ടേ? ഇതെല്ലാം ഇവിടെയുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇതാണ്, ഡൽഹി രാജ്യ തലസ്ഥാനമാണ് അസിത. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് ആദ്യം പോയത് എന്നുള്ളത് അറിയാം. പോട്ടെ, അപ്പോ മാരുതി കാറിൽ. അപ്പൊ ഞാൻ കൂടുതൽ ചർച്ചയുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ്. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോ ഈ നിലയിൽ അത് ജനങ്ങളിൽ നിന്ന് എത്രത്തോളം സാധാരണക്കാരുടെ പാർട്ടിയാണ്, തൊഴിലാളികളുടെ പാർട്ടിയാണ്, മുതലാളികളുടെ പാർട്ടിയല്ല എന്ന കാര്യം അത് ആ നേതാക്കൾക്ക് അറിയാവുന്നതാണ്. അവർ സാധാരണക്കാരായ പ്രവർത്തകരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നുള്ള കാര്യം, ബൂർഷ്വാ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കണം എന്ന കാര്യം. പക്ഷേ അധികാരത്തോട് അടുത്ത് വരുമ്പോൾ നേതാക്കൾക്ക് ഈ ഒരു സുഖശീതളിമയോടും ബൂർഷ്വാ സംസ്കാരത്തോടുമൊക്കെ അവർക്ക് ഈ യോജിപ്പുണ്ടാവുകയും അതിനോട് യോജിച്ചു പോകാൻ കഴിയുകയും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നത് അത് തിരുത്തപ്പെടേണ്ടതാണ്. ഇപ്പോഴെങ്കിലും CPIM ആ നിലയിലുള്ള തിരുത്തലിന് ഞാനൊരു മറുവാക്ക് പറഞ്ഞല്ലോ, പാർലമെന്ററി വ്യാമോഹം. ഇത് ഈ പറഞ്ഞ അടിത്തറ എന്താണ്? ഇടതുപക്ഷം അതിന്റെ കോർ പ്രത്യയശാസ്ത്രം എന്താണ് വളരെ അകന്നുപോയി എന്നുള്ളതാണ്. അതിലേക്ക് തിരിച്ചു വരുന്നവരും ഈ രണ്ട് നേതാക്കളെ ചർച്ച ചെയ്തിരിക്കുന്നത് ഫുട്ടേലാണ്. ഇനി ആ ചർച്ച കേന്ദ്രീകരിക്കാൻ തന്നെയോ ഈ താഴെത്തൊട്ട് മുതൽ എല്ലാത്തിനും കാരണം പിണറായിയാണ് ഗോവിന്ദനാണ്. അങ്ങനെ അവർ മാറണ്ടേ? അവർ ആ പദവിയിൽ തന്നെ ഇരുന്ന പിന്നെ ചർച്ചയ്ക്ക് എന്താണ് SK പ്രസക്തി? SK ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ LDF UDF അല്ലേക്കുറി 3 പേർ BJPയുടെ സഭയ്ക്കകത്തുണ്ട്. ആ 3 പേരും ശക്തരായ ആൾക്കാരാണ്. അവർ സഭയിലെ പ്രതിപക്ഷം എന്നുള്ള പെർസെപ്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. ആൾക്കാർക്ക് CPM തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവിടെ പുതിയ കാലത്ത് പുതിയൊരു ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് പഴയ കാലമല്ല, CPM ഓർത്ത് പ്രവർത്തിച്ചാൽ ആ പാർട്ടിക്ക് നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.